ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ള കുറച്ച് കഷായം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. നടുവേദനയ്ക്കുള്ള ഒരു കഷായമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം നമ്മൾ 750 ml നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൽ ഓരോന്ന് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലെന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നുള്ള എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഓരോന്ന് കറക്റ്റായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു കുപ്പിൽ 750 ഉണ്ടായിരുന്നു. 750 ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു 180 കൂടെ വേണം. അപ്പോൾ നമുക്ക് 960 ആണല്ലേ, 930 ആവശ്യം. അപ്പോൾ നമുക്കിതാ അടുത്ത് നമുക്ക് കറക്റ്റായിട്ട് അളന്ന് നമ്മളിതിലേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കറക്റ്റ് എത്ര ആഡ് ചെയ്തത്? 125. ഓക്കെ, 125. അപ്പോൾ ഇനി നമുക്ക് 125 ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 120 ആഡ് ചെയ്തു. ഇനി 125 അല്ലേ, ഇനി എത്രയാണ് വേണ്ടി വരും? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് ഇത്രയും മരുന്നായിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എത്ര ദിവസം വച്ചിരിക്കണമെന്നല്ല ഇതിൻ്റെ കൂടെ നമുക്ക് പറയാം. ഇത് കുലിക്കാൻ തന്നെ വച്ചിരിക്കണോ അല്ലേ, അടിയാൻ വേണ്ടിയൊക്കെ എല്ലാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പൊതി മരുന്നാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പൊതി മരുന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് പൊതി മരുന്ന് എന്തെങ്കിലും വെച്ചാൽ അടച്ചതിന് വെച്ചേക്കുക. കാരണം നമുക്കതിൽ നിന്ന് കൂടുതൽ കാറ്റിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് അറിയാമെന്നുള്ള ഏതെങ്കിലും നല്ല വൈദ്യുരടുത്തും അങ്ങനെ എന്തെങ്കിലും പോയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇതൊന്നും ഡയറക്റ്റ് നമ്മൾ ചെയ്യരുത്. എന്താണ് നമ്മുടെ ആവശ്യം അതനുസരിച്ച് വേണം ചെയ്യാം. അതായത് കണ്ടാലും ചെയ്ത് കളയില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഇത് ആരെങ്കിലും മരുന്ന് യൂസ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഫോർ ഓൺലി എഡ്യൂക്കേഷണൽ പർപ്പസ് പോലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മരുന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? പിന്നെ എന്നെ കുലുക്കി അടച്ച് വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ കുലുക്കി അടച്ചു വെച്ചു. നമുക്ക് ജസ്റ്റ് ഫുൾ അടച്ചു കഴിഞ്ഞു. അല്ല, അങ്ങനെയല്ല, നല്ല അടച്ചു പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ കുലുക്കി അടച്ചു. അപ്പോൾ ഒന്നാമത്തെ മരുന്ന് ഇനി രണ്ടാമത്തെ മരുന്ന് എപ്പോഴും ആക്കി മരുന്ന് അടുത്ത ദിവസം. രണ്ടാമത്തെ അങ്ങനെ ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ട്? 3 ദിവസം. അപ്പോൾ നമ്മൾ 3 ദിവസത്തെ മരുന്നാണ്. അപ്പോൾ നമ്മളെല്ലാം കാണിക്കുന്നത് ജസ്റ്റ് നമുക്കിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി ഈ വടി എന്താണ് കലക്കാനത്? ഈ വടി കലക്കാൻ വേണ്ടിയൊന്നുമില്ല. ഓക്കെ, കലക്കാൻ വേണ്ടി വന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മരുന്ന് ആഡ് ചെയ്തു. ഇതുപോലെ നമുക്ക് ഇനി എത്ര പൊതിയുണ്ട്? ഇനി 2 പൊതി. ഇനി 2 പൊതിയുണ്ട്. അപ്പോൾ 2 പൊതി ഇട്ടതിന് ശേഷം എത്ര ദിവസം? മൊത്തം 2 ദിവസം കൂടുതൽ. ഓക്കെ, 2 ദിവസം കൂടുതൽ വെച്ചതിന് ശേഷം തെളിഞ്ഞ് വരണം കഴിഞ്ഞാൽ ബാക്കി എടുത്തിട്ടാണ് നമ്മൾ മരുന്നായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആയുർവേദത്തിൽ നമുക്ക് നടുവേദനയ്ക്കും അങ്ങനെയുള്ള പല കാര്യത്തിനും വേണ്ടി നമ്മൾ മരുന്ന് ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്നൊരു ഇൻഫർമേഷനും വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ആഡ് ചെയ്തത്, ഇതിന് വേണ്ടി ഏത് വൈദ്യരെ കണ്ടാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിതിന് ഒത്തിരി പേർക്ക് നല്ല 100% അവർക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രതിഫലം അല്ലെങ്കിൽ നമുക്ക് അവർക്ക് അതിനോട് സൗഖ്യം കിട്ടിയെന്നുള്ള ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിത് പേഴ്സണലി ഇത് ചെയ്യില്ല. നമുക്ക് തന്നെ അറിയാമെന്നുള്ള കുറച്ച് പേർക്ക് അവരുടെ ലൈഫിൽ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആവാൻ പറ്റി. നമുക്ക് നമ്മുടെ അലോപ്പതിയിൽ പോലും ഇല്ലാത്തതിന് നല്ല രീതിയിൽ പലതിനും ഉള്ള നല്ല മരുന്നുകളെല്ലാം ഇവിടെ ലഭ്യമാണ്. അതെല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാം പേഴ്സണലായിട്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിനു മുന്നേ നമ്മുടെ കയ്യിൽ നമ്മൾ എന്തൊക്കെ മരുന്ന് കഴിച്ചാലും നമുക്ക് ഉള്ളിൽ നമുക്കൊരു ശരീരത്തിന് നമുക്ക് മനസ്സിനൊക്കെ ഒരു നന്മയാകാൻ വേണ്ടി നമ്മുടെ വീടിന് ചുറ്റുപാട് ഒത്തിരി പ്ലാൻസ് ഒക്കെ നടത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ പൂവുള്ള അമ്പലമൊക്കെ നമ്മളതിൽ വെറും 100 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈൻ ഔട്ട്. ബൈ ബൈ.